ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ബുള്ളറ്റ് ഫിസിക്സ്. എൻ്റെ പേര് സൽമാനുൽ ഫാരിസ് കെ. നമ്മൾ ഈ ചാനലിൽ നമ്മുടെ ആദ്യത്തെ ക്ലാസ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് വേവ്സ്. അതിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രോഡക്ഷൻ എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ. ബാക്കി വീഡിയോസ് പിന്നാലെ വരും. ഓക്കെ, അപ്പൊ സൗണ്ട് വേവ്സിന്റെ പാർട്ട് 1 ആയിട്ടുള്ള ഓസിലേഷൻ ആണ് ത്രൂ ദിസ് വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒട്ടും നേരം കളയാതെ, ടൈം കളയാതെ നമുക്ക് നേരിട്ട് ചാപ്റ്ററിലേക്ക് കടക്കാം. സൗണ്ട്. നമ്മൾ രാവിലെ കോഴിയുടെ ശബ്ദം കേട്ട് എണീറ്റത് മുതൽ പിന്നെ കിടന്നുറങ്ങുന്നത് വരെ നമ്മൾ സൗണ്ട് കേൾക്കാണ് അല്ലേ? ബ്രഷ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് കേൾക്കാം, പിന്നെ കുളിക്കുമ്പോൾ വേറൊരു സൗണ്ട് കേൾക്കാം, പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ വേറൊരു സൗണ്ട് കേൾക്കാം, പിന്നെ സ്കൂളിലോട്ട് പോകുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് സൗണ്ടുകൾ കേൾക്കാൻ പറ്റും അല്ലേ? പിന്നെ അവസാനം കിടന്നുറങ്ങുമ്പോ കൂർക്കം വലി അല്ലേ? കൂർക്കം വലിക്കുന്ന എന്താ? ഒരു സൗണ്ടാണ്. അപ്പൊ ഡെയിലി നമ്മൾ ഒരുപാട് സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. എന്താണ് അതിന്റെ പിന്നിലെ ഫിസിക്സ്? അത് നോക്കുന്നതിന് മുമ്പ് കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. ബുള്ളറ്റ് പോയിന്റ്സ്. ഓക്കെ, ചാനലിന്റെ പേരറിയാലോ, ബുള്ളറ്റ് ഫിസിക്സ്. ഒക്കെ ഓരോരോ ബുള്ളറ്റ് പോയിന്റുകൾ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യത്തെ ബുള്ളറ്റ് പോയിന്റ് നോക്കാം. പീരിയോഡിക് മോഷൻ. എന്താണ് പീരിയോഡിക് മോഷൻ? മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം. അതാണ് എന്ത് മക്കളെ? പീരിയോഡിക് മോഷൻ എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻ ആണ് എന്ത്? പീരിയോഡിക് മോഷൻ. വെറുതെ റിപ്പീറ്റ് ചെയ്താൽ പോരാ, റെഗുലർ ടൈം ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. ഒരു കാർ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവാണ്. റിപ്പീറ്റ് ചെയ്തോ? ഇല്ല. അതെന്താ? പീരിയോഡിക് മോഷൻ അല്ല. ഓക്കെ, ഇനി നമ്മൾ നോട്ട് എഴുതാണ്. ഓക്കെ, സാർ ഇങ്ങനെ പറയാണ്, നമ്മൾ എഴുതി ഇങ്ങനെ പോവാണ്. സാർ റിപ്പീറ്റ് ആയിട്ടുള്ള വേർഡ്സ് ഒന്നും പറയുന്നില്ല. ഓക്കെ, നമ്മൾ എഴുതുന്നത് മോഷൻ അല്ലേ? ആണ്. റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതെന്തല്ല? പീരിയോഡിക് മോഷൻ അല്ല. ഓക്കെ, എന്നാ വേറൊരു കേസ്. ഒരു ഇഷ്ടിക ഉണ്ട്, അതിന്റെ തൊട്ടപ്പുറത്ത് ആരുണ്ട്? ഒരു ഉറുമ്പുണ്ട്. ആ ഉറുമ്പ് ഒരു സെക്കൻഡില് ഒരു തവണ ആ ഇഷ്ടികനെ റൊട്ടേറ്റ് ചെയ്തു, കറങ്ങി. ഓക്കെ, രണ്ടാമത്തെ സെക്കൻഡില് 2 തവണ കറങ്ങി. ഓക്കെ, മൂന്നാമത്തെ സെക്കൻഡില് 3 തവണ കറങ്ങി. റിപ്പീറ്റഡ് മോഷൻ ആണോ? ആണ്. ബട്ട് പീരിയോഡിക് മോഷൻ ആണോ? അല്ല. എന്തുകൊണ്ടല്ല? റെഗുലർ ടൈം ഇന്റർവെല്ലിൽ അല്ല റിപ്പീറ്റ് ചെയ്യുന്നത്. ഒരു സെക്കൻഡില് ഒരു തവണ കറങ്ങിയാല് അടുത്ത സെക്കൻഡിലും ഒരു തവണയെ കറങ്ങാൻ പാടുള്ളൂ. ഓക്കെ, റെഗുലർ ടൈം ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യണം. അങ്ങനത്തെ മോഷൻ ആണ് എന്ത്? പീരിയോഡിക് മോഷൻ. അപ്പോ ഇഷ്ടികനെ ഉറുമ്പ് കറങ്ങണത് ഈ കേസ് പീരിയോഡിക് മോഷൻ ആണോ? അല്ല. പിന്നെ എന്തൊക്കെയാ സാറേ പീരിയോഡിക് മോഷൻ? നമുക്ക് നോക്കാം. മോഷൻ ഓഫ് എ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക്. ഒരു ക്ലോക്കിന്റെ സൂചികളുടെ മോഷൻ എന്താ? പീരിയോഡിക് മോഷൻ ആണ് അല്ലേ? സെക്കൻഡ് സൂചി ഒരു മിനിറ്റിൽ ഒരു തവണ കറങ്ങും, അടുത്ത മിനിറ്റിൽ വീണ്ടും ഒരു തവണ കറങ്ങും, അടുത്ത മിനിറ്റിൽ വീണ്ടും ഒരു തവണ കറങ്ങും. റിപ്പീറ്റഡ് മോഷൻ ആണ്. റെഗുലർ ടൈം ഇന്റർവെല്ലിലാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതെന്താ? പീരിയോഡിക് മോഷൻ ആണ്. എന്നാ വേറൊരു എക്സാമ്പിൾ. മോഷൻ ഓഫ് എർത്ത് അറൌണ്ട് ദി സണ്ണ്. സണ്ണിന് ചുറ്റും ഭൂമിയുടെ മോഷൻ എന്താ? പീരിയോഡിക് മോഷൻ ആണ്. ഒരു കൊല്ലം ഒരു തവണ എർത്ത് സണ്ണിനെ ഓർബിറ്റ് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? പിന്നെ അടുത്ത കൊല്ലം 2 തവണ റൊട്ടേറ്റ് ചെയ്യോ? ഇല്ല. ഓരോ കൊല്ലവും ഒരു തവണയെ ഓർബിറ്റ് ചെയ്യുള്ളൂ, കറങ്ങുള്ളൂ അല്ലേ? റെഗുലർ ടൈം ഇന്റർവെല്ലിലാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ പീരിയോഡിക് മോഷൻ ആണ്. ഓക്കെ അല്ലേ? ഇതാണ് പീരിയോഡിക് മോഷൻ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ്സ്. ഓക്കെ അല്ലേ? എന്നാൽ നമ്മൾ അടുത്ത ബുള്ളറ്റ് പോയിന്റിലേക്ക് നീങ്ങാണ്. ഓസിലേഷൻ. എന്താണ് ഓസിലേഷൻ? എന്താണ് മക്കളെ ഓസിലേഷൻ? ഓസിലേഷൻ എന്ന് വെച്ചാൽ പീരിയോഡിക് മോഷൻ തന്നെയാണ്. ബട്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ട്. എന്താ? ഒരു പോയിന്റ് ഉണ്ടാവും, അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. അവിടെ നിന്നുള്ള മുന്നേക്കും പിന്നേക്കുള്ള മോഷൻ, ടു ആൻഡ് ഫ്രോ മോഷൻ ആണ് എന്ത്? ഓസിലേഷൻ. പീരിയോഡിക് ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് അബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഐ സാറെ മനസ്സിലായില്ല, ഒന്ന് ക്ലിയർ ആക്കിയിട്ട് പറയും. ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. നമ്മളെ കയ്യിൽ ഒരു ബോൾ ഉണ്ട്, അത് നമ്മൾ കെട്ടിത്തൂക്കി ഇട്ടിരിക്കുന്നു. ഓക്കെ അല്ലേ? അതിന്റെ മേത്തുള്ള നെറ്റ് ഫോഴ്സ് 0 ആവണ പ്ലേസ്, അത് വേണ്ട, അത് അനങ്ങാതെ നിൽക്കണ സ്ഥലം. ഓക്കെ, അതാണെന്ത്? അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. ഓക്കെ, അപ്പോ നെറ്റ് ഫോഴ്സ് 0 ആണ്, അത് ഓർത്ത് വെക്കാം. ഓക്കെ അല്ലേ? ഇനി ഒരാൾ വന്നിട്ട് അതിനെ ഒറ്റ തട്ട് തട്ടി, അത് മൂവ് ചെയ്യൂലേ? ആ ബോൾ മൂവ് ചെയ്യൂലേ? ഒരു സൈഡിക്ക് അങ്ങനെ മൂവ് ചെയ്യും. അത് മൂവ് ചെയ്ത് അങ്ങോട്ട് ഇങ്ങനെ പോവോ? ഇല്ല. അതൊരു പോയിന്റ് വരെ മൂവ് ചെയ്യും, അതിന്റെ അപ്പുറത്തോട്ട് മൂവ് ചെയ്യൂല. ഓക്കെ അല്ലേ? മൂവ് ചെയ്ത് ഒരു പോയിന്റ് എത്തും, അതിന്റെ ബിയോണ്ട് മൂവ് ചെയ്യൂല. ആ ഒരു പൊസിഷനെ വിളിക്കണ പേരാണെന്ത്? എക്സ്ട്രീം പൊസിഷൻ, അറ്റം. ഓക്കെ അല്ലേ? അത് അവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുവോ? ഇല്ല. അത് തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് ഇക്വിലിബ്രിയം പൊസിഷൻ തന്നെ എത്തും.
ഓക്കെ അല്ലേ? അവിടെ തിരിച്ച് സ്റ്റോപ്പ് ആവോ? ഇല്ല. ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവും. ഇല്ലേ? ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി ഒരു പോയിന്റ് എത്തുമ്പോൾ വീണ്ടും നിൽക്കും, അതിന്റെ അപ്പുറത്തേക്ക് പോവൂല. എന്ന് വെച്ചാൽ അങ്ങേ സൈഡിലെ അറ്റത്തെത്തി. അതാണ് അതിന്റെ രണ്ടാമത്തെ എക്സ്ട്രീം പൊസിഷൻ. ഓക്കെ അല്ലേ? വീണ്ടും അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുവോ? ഇല്ല, തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് ഇക്വിലിബ്രിയം പൊസിഷൻ തന്നെ എത്തും. അങ്ങനെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്നുള്ള മുന്നിക്കും പിന്നിക്കും, ലെഫ്റ്റിക്കും റൈറ്റിക്കും, ഫ്രണ്ടിക്കും ബാക്കിക്കുമുള്ള ടു ആൻഡ് ഫ്രോ മോഷൻ അങ്ങനെ മൂവ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുക. ആ ഒരു ടു ആൻഡ് ഫ്രോ മോഷനെ വിളിക്കണ പേരാണെന്ത്? ഓസിലേഷൻ. ഇതാണെന്ത്? ഓസിലേറ്ററി മോഷൻ. ഇനി ഏതൊക്കെ സാറേ അതിന് എക്സാമ്പിള്? നമുക്ക് നോക്കാം. മോഷൻ ഓഫ് എ സ്വിങ്, ഊഞ്ഞാലിന്റെ ആട്ടം എന്താ? ഓസിലേഷൻ ആണ്, പീരിയോഡിക് ആണ്, ഓസിലേറ്ററി മോഷൻ ആണ് അല്ലേ? ഊഞ്ഞാല് ഒരു പോയിന്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേഷൻ ആടാ മക്കളെ. എന്നാ രണ്ടാമത്തെ എക്സാമ്പിൾ ഏതാ? മോഷൻ ഓഫ് എ പെൻഡുലം ഓഫ് എ ക്ലോക്ക്, ഒരു ക്ലോക്കിന്റെ ആടിക്കളിക്കുന്ന സാധനം. അതെന്താ? ഓസിലേറ്ററി മോഷൻ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഓസിലേഷന്റെ രണ്ട് എക്സാമ്പിൾ പഠിച്ചോ? മോഷൻ ഓഫ് എ സ്വിങ്, മോഷൻ ഓഫ് എ പെൻഡുലം ഓഫ് എ ക്ലോക്ക്. ഓക്കെ അല്ലേ? എന്നാൽ ഓസിലേഷനുമായി ബന്ധപ്പെട്ട അടുത്ത ഒരു പോയിന്റ്, എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു, എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് ഒരു ആട്ടമാടി എന്ന് നമ്മൾ പറയാ? നോക്കില്ലേ, ഒരു ആട്ടം, ഒരു ഓസിലേഷൻ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് മോഷൻ ആണ്. എവിടെ നിന്നുള്ള കംപ്ലീറ്റ് മോഷൻ? കംപ്ലീറ്റ് മോഷൻ ഫ്രം എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു ദി ബോത്ത് എക്സ്ട്രീം പൊസിഷൻസ് ആൻഡ് ബാക്ക് ടു ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതാണെന്ത് മക്കളെ? ഒരു ഓസിലേഷൻ എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് ഒരു പോയിന്റ് നിന്ന് അതിന്റെ ഓസിലേഷൻ, അതിന്റെ മോഷൻ സ്റ്റാർട്ട് ചെയ്യണം, എന്നിട്ടോ അതിന്റെ രണ്ട് എക്സ്ട്രീം പൊസിഷനും കവർ ചെയ്യണം, തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ എത്തണം. അതാണെന്ത്? ഒരു ഓസിലേഷൻ. മനസ്സിലാവാത്തൊരു ഇവിടെ നോക്കിക്കോ, നമുക്ക് രണ്ട് കേസ് ഉണ്ട്. ഒരു ഒബ്ജക്റ്റ് അതിന്റെ മോഷൻ സ്റ്റാർട്ട് ചെയ്യണ രണ്ട് കേസ് ഉണ്ട്, നോക്കിയല്ലേ? ഒന്നാമത്തെ കേസ്, ഒബ്ജക്റ്റ് മോഷൻ സ്റ്റാർട്ട് ചെയ്യാണ് എവിടുന്ന്? ഇക്വിലിബ്രിയം പൊസിഷന്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് അതിന്റെ ഓസിലേഷൻ, അതിന്റെ മോഷൻ സ്റ്റാർട്ട് ചെയ്യാണ് എവിടുന്ന്? ഇക്വിലിബ്രിയം പൊസിഷന്. അപ്പൊ നമ്മളെ സെറ്റപ്പ് എന്ത്? കയറ് ബോള് കെട്ടി തൂക്കിയിട്ടത് അല്ലേ? ഞാൻ ബോളിന് ഒരൊറ്റ തട്ട് കൊടുത്തു, അപ്പൊ ബോള് മൂവ് ചെയ്യാൻ തുടങ്ങും. എവിടുന്ന്? ഇക്വിലിബ്രിയം പൊസിഷന്. നോക്കാം, തട്ട് കൊടുത്തു, ബോള് മൂവ് ചെയ്യും ഇല്ലേ? ബോള് മൂവ് ചെയ്ത് ഒരു പോയിന്റിലെത്തും, അതിനപ്പുറം പോവോ? ഇല്ല. അതാണെന്ത്? അതിന്റെ ഒന്നാമത്തെ എക്സ്ട്രീം പൊസിഷൻ എന്ന് വെച്ചാൽ ആ ബോള് അതിന്റെ ഒന്നാമത്തെ എക്സ്ട്രീം പൊസിഷൻ കവർ ചെയ്തു. അവിടെ നിൽക്കുവോ? ഇല്ല, തിരിച്ചു വരും അല്ലേ? വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യും എന്ന് വെച്ചാൽ ആ ബോൾ അതിന്റെ രണ്ടാമത്തെ എക്സ്ട്രീം പൊസിഷനും കവർ ചെയ്തു. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയോ? ഇല്ല. എന്തുകൊണ്ടില്ല? ഇനി അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ തിരിച്ചെത്തണം, അപ്പോഴേ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ അല്ലേ? എന്നാൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് തിരിച്ചെത്തട്ടെ. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ തിരിച്ചെത്തി. ഇതാണ് മക്കളെ എന്ത്? ഒരു ഓസിലേഷൻ. ഓക്കെ അല്ലേ? എന്നാൽ രണ്ടാമത്തെ കേസ്, ഒരു ഒബ്ജക്റ്റ് അതിന്റെ ഓസിലേഷൻ, അതിന്റെ മോഷൻ സ്റ്റാർട്ട് ചെയ്യാണ് എവിടുന്ന്? ഇക്വിലിബ്രിയം പൊസിഷൻ എന്നാണോ? അല്ല, എക്സ്ട്രീം പൊസിഷന്. ഒരറ്റത്ത് നിന്നാണ് അതിന്റെ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ ബോളിനെ ഞാൻ പിടിച്ചിട്ട് ഒരറ്റത്തേക്ക്, ഒരു എക്സ്ട്രീം പൊസിഷനിലേക്ക് കൊണ്ടുവന്നു, എന്നിട്ട് ഞാൻ വിടാണ് കേട്ടോ, വിടട്ടെ. അപ്പൊ എന്ത് ചെയ്യും? ആ ബോള് മൂവ് ചെയ്യും, ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തി. അവിടെ നിൽക്കുവോ? ഇല്ല. ഒരു സൈഡിലോട്ട് നീങ്ങും, ഒരു പോയിന്റ് വരെ നീങ്ങുള്ളൂ, അതിനപ്പുറം പോകൂല. എന്ന് വെച്ചാൽ ആ ബോൾ ഇപ്പൊ അതിന്റെ ഒന്നാമത്തെ എക്സ്ട്രീം പൊസിഷൻ കവർ ചെയ്തു. ഓക്കെ അല്ലേ? ഇനി അവിടെ നിൽക്കുവോ? ഇല്ല, തിരിച്ചു വരും, തിരിച്ച് ഇക്വിലിബ്രിയം പൊസിഷൻ തന്നെ തിരിച്ചെത്തും. ഇനി അവിടെ നിൽക്കുവോ? ഇല്ല, അതർ സൈഡിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ അല്ലേ? അതർ സൈഡിലോട്ട് തന്നെ മൂവ് ചെയ്തോ, എന്നിട്ട് ഒരു പോയിന്റ് വരെ മൂവ് ചെയ്യുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് പോവോ? ഇല്ല. എന്ന് വെച്ചാൽ ആ ബോൾ ഇപ്പോ അതിന്റെ രണ്ടാമത്തെ എക്സ്ട്രീം പൊസിഷനും കവർ ചെയ്തു. സാറേ, ഒരു ഓസിലേഷൻ ആയോ? ആയി. എന്തുകൊണ്ടാ? ഇവിടെ എന്താ ഒരു ഓസിലേഷൻ ആയത്? അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ അത് തിരിച്ചെത്തി, രണ്ട് എക്സ്ട്രീം പൊസിഷൻ കവർ ചെയ്തു. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് എപ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആക്കുക? ഒരു പോയിന്റ് നിന്ന് തുടങ്ങി രണ്ട് എക്സ്ട്രീം പൊസിഷനും കവർ ചെയ്തിട്ട് തിരിച്ച് അതേ പോയിന്റ്, തുടങ്ങി അതേ പോയിന്റ് തന്നെ തിരിച്ചെത്തിയാൽ അതെന്താണ്? ഒരു ഓസിലേഷൻ ആണ്. ഇവിടെ എക്സ്ട്രീം പൊസിഷൻ തുടങ്ങി ഒരു എക്സ്ട്രീം പൊസിഷൻ കവർ ചെയ്തു, രണ്ടാമത്തെ എക്സ്ട്രീം പൊസിഷനും കവർ ചെയ്തു, സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ എത്തി. ഇവിടെ എന്തായി? ഒരു ഓസിലേഷൻ ആ ബോള് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് രണ്ട് കേസ്. അതോടുകൂടി പീരിയോഡിക് മോഷൻ എന്നുള്ള നമ്മളെ പോയിന്റ്സ് ഫുള്ള് കഴിഞ്ഞു. ഓസിലേറ്ററി മോഷൻ, ഓസിലേഷൻ എന്നുള്ള നമ്മളെ കംപ്ലീറ്റ് പോയിന്റ്സ് കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഓസിലേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ്.
സോറി ടേംസ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? കുറച്ച് ടേംസ് നോക്കാം. ഒന്നാമത്തെ ടേം ആംപ്ലിറ്റ്യൂഡ്. മക്കളെ, ഓസിലേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ടേം ആണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താ? ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്. എവിടെ നിന്നുള്ളത്? ഇക്വിലിബ്രിയം പൊസിഷൻ എന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് മക്കളെ എന്ത്? ആംപ്ലിറ്റ്യൂഡ്. ബാറ്റ്മാൻ. ഓക്കെ, അപ്പോട്ടെ വിഷയം മാറി. ആംപ്ലിറ്റ്യൂഡ് നോക്കാം. ആംപ്ലിറ്റ്യൂഡ് എന്താ? നമ്മളെ സെറ്റപ്പ് കയറ് കെട്ടിത്തൂക്കി ഇട്ടിരിക്കുന്നു അല്ലേ? നമ്മൾ ആ ബോളിനെ ഒരൊറ്റ തട്ട് കൊടുക്കും, ബോളപ്പം എന്ത് ചെയ്യും? മൂവ് ചെയ്യും. എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ് ചെയ്യും. ആ ബോൾ ഡിസ്പ്ലേസ് ചെയ്ത് 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 ഒരു പോയിന്റിലെത്തും. അതിന്റെ അപ്പുറത്തേക്ക് ഡിസ്പ്ലേസ് ചെയ്യോ? ഇല്ല. ഈ ഒരു മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഈ ഒരു മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ അല്ലേ? ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, അതാണെന്ത്? ആംപ്ലിറ്റ്യൂഡ്. ഇത് ഈ ഒരു സൈഡിക്ക് മാത്രമല്ല, ഓപ്പോസിറ്റ് സൈഡിക്കും ഉണ്ടാവും അല്ലേ? രണ്ട് സൈഡിക്കും ഉണ്ടാവും. ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലേ? ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ വലിച്ചു വാരി എഴുതൂല. നമ്മൾ എന്താ എഴുതുക? എ. എന്താണ് എഴുതുക? എ. എന്ന് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്ത്? നിങ്ങൾ ഫിസിക്സ് അല്ലടാ. എന്ന് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്ത്? ആംപ്ലിറ്റ്യൂഡ് ആണ്. ഓക്കെ അല്ലേ? ഇനി ആംപ്ലിറ്റ്യൂഡ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഇത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, നമുക്ക് അളക്കാൻ പറ്റും. അളക്കാൻ പറ്റുന്നതിനൊക്കെ എന്തുണ്ടാവും? യൂണിറ്റ് ഉണ്ടാവും. ഇല്ലടാ, യൂണിറ്റ് ഉണ്ടാവും. എന്താണ് ആംപ്ലിറ്റ്യൂഡിന്റെ യൂണിറ്റ്? സാറേ, ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണല്ലോ. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ലെങ്ത് ആണല്ലോ. ലെങ്ത്തിന്റെ SI യൂണിറ്റ് എന്താ? മീറ്റർ. അപ്പൊ ആംപ്ലിറ്റ്യൂഡിന്റെ SI യൂണിറ്റും എന്താ മക്കളെ? മീറ്റർ. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് ആണ് ഓസിലേഷനുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ടേം ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. എന്നാൽ രണ്ടാമത്തെ ടേം എന്താ? പീരിയഡ്. അവിടെ പീരിയഡ്. ഓക്കെ അല്ലേ? പീരിയഡ്. അപ്പൊ നമുക്ക് പീരിയഡ് എന്താ നോക്കാം. പീരിയഡ് എന്ന് വെച്ചാൽ ഒരാട്ടത്തിന് എത്ര സമയം എടുത്തു, ഒരു ഓസിലേഷന് എത്ര സമയം എടുത്തു, അതാണെന്ത്? പീരിയഡ്. എടാ, നിങ്ങൾ ഊഞ്ഞാലും ആടാണ്, ഒരാട്ടം ആടാൻ എത്ര സമയം എടുത്തു, അതാണെന്ത്? പീരിയഡ്. ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. നോക്കാം, ഒന്നുകൂടി ഞാൻ പറയാണ്. ഒരു ബോൾ ഉണ്ട്, നമ്മളെ ബോൾ ഇവിടെ ബോൾ ഉണ്ട്, ഒരാട്ടം ആടാണ്. ഒരാട്ടമായില്ലേ? ഒരു ഓസിലേഷൻ ആയില്ലേ? ഇതിന് എത്ര ടൈം എടുത്തു, അതാണെന്ത്? പീരിയഡ്. അതാണെന്ത്? പീരിയഡ്. സാറേ, ടൈം അല്ലേ? എടാ, ടൈം തന്നെയാണ്. ബട്ട് നമ്മൾ അതിന് എന്ത് പറയും? പീരിയഡ് എന്ന് പറയും. അപ്പൊ അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? ഇനി ഏത് ലെറ്റർ കൊണ്ടാണ് നമ്മൾ പീരിയഡ് എന്ന് എഴുതുക? പി ആണോ? അല്ല. എടാ, ഇത് ടൈം ആണ്. ഏത് ലെറ്റർ കൊണ്ടാണ് നമ്മൾ എഴുതുക? ടി എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ എഴുതുക. ഓക്കെ അല്ലേ? ഇനി എന്താ അതിന്റെ SI യൂണിറ്റ്? എടാ, ടൈമിന്റെ SI യൂണിറ്റ് എന്താടാ? ടൈമിന്റെ SI യൂണിറ്റ് എന്താ? സെക്കൻഡ്. പീരിയഡിന്റെ SI യൂണിറ്റ് എന്താ? സെക്കൻഡ്. പീരിയഡ് എന്ന് വെച്ചാൽ ടൈം ആണ്. ടൈമിന്റെ SI യൂണിറ്റ് എന്താ? സെക്കൻഡ്. എന്നാ മക്കളെ, ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. സാർ ഇപ്പൊ തന്നെ ക്വസ്റ്റ്യനോ? എടാ, ചെറിയൊരു ക്വസ്റ്റ്യൻ നോക്കല്ലേ. ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒരു ഒബ്ജക്റ്റ് 30 തവണ ഓസിലേറ്റ് ചെയ്തു 1 മിനിറ്റില് 60 സെക്കൻഡില്. 1 മിനിറ്റില് 60 സെക്കൻഡില് 30 തവണ ഓസിലേറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ഒരു ബോൾ ഉണ്ട്, അങ്ങനെ ഓസിലേറ്റ് ചെയ്യാണ്, ഓസിലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. 1 മിനിറ്റ് ആയപ്പോ 30 തവണ ഓസിലേറ്റ് ചെയ്തു. ഇതിന്റെ പീരിയഡ് എങ്ങനെ കാണും? സിമ്പിൾ ആടാ. പീരിയഡിന് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ? ടൈം ബൈ നമ്പർ. സിമ്പിൾ ഇക്വേഷൻ. ടി എന്താ? ടൈം ബൈ നമ്പർ. എന്ന് വെച്ചാൽ ടി ഈക്വൽ ടു ടോട്ടൽ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. ഇവന് ആടാൻ എത്ര ടൈം എടുത്തു? 60 സെക്കൻഡ്. ഇവൻ എത്ര വട്ടം ആടി? 30 തവണ, 30 ടൈംസ്. ഓക്കെ അല്ലേ? ടോട്ടൽ ടൈം 60 സെക്കൻഡ്. നമ്പർ ഓഫ് ഓസിലേഷൻ 30. 60 by 30, 60 എത്ര? 30 ഉണ്ട്, 2. അപ്പൊ ആൻസർ എത്ര? ആൻസർ എത്രടാ? ടി ഈക്വൽ ടു 2 സെക്കൻഡ്. അതാണ് ഇവന്റെ പീരിയഡ്. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ. ഓക്കെ അല്ലേ? എന്നാൽ ഓസിലേഷനുമായി ബന്ധപ്പെട്ട അടുത്ത ടേം എന്താ? ഫ്രീക്വൻസി. എന്താണ്? ഫ്രീക്വൻസി. നോക്കാം. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഒരു സെക്കൻഡില് എത്ര ഓസിലേഷൻസ് ഉണ്ടായി, അതാണെന്ത്? ഫ്രീക്വൻസി. ഒരു ഒബ്ജക്റ്റ് ഒരു സെക്കൻഡിൽ എത്ര മാറ്റം ആടി, എത്ര ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്തു, അതാണെന്ത്? ഫ്രീക്വൻസി. നമ്പർ ഓഫ് ഓസിലേഷൻസ് കംപ്ലീറ്റഡ് ഇൻ എ സെക്കൻഡ്, പെർ സെക്കൻഡ്, അതാണെന്ത്? ഫ്രീക്വൻസി. ഓക്കെ. ഇനി നമ്മൾ ഫ്രീക്വൻസി എന്ന് വലിച്ചു നീട്ടി എഴുതൂല. നമ്മൾ എന്ത് എഴുതും? എഫ്. ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ എഫ്. എഫ് എന്ന് കണ്ടാൽ മനസ്സിലാക്കണം എന്ത്? ഫ്രീക്വൻസി.
ഓക്കെ, ഇനി ഇത് എന്താ ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലേ, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റൂലേ, അപ്പൊ ഒരു യൂണിറ്റ് ഉണ്ടാവൂലേ. എന്താടാ ഫ്രീക്വൻസിന്റെ യൂണിറ്റ്? നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ് അല്ലേ. എന്ന് വെച്ചാൽ യൂണിറ്റ് എന്താ, നമ്പർ ആണോ? അല്ല, നമ്പർ എന്ന് പറഞ്ഞ യൂണിറ്റ് ഒന്നുമില്ല. ഫ്രീക്വൻസിന്റെ യൂണിറ്റ് എന്താ, ഹെഡ്സ്. എന്താണ് ഹെഡ്സ്? ഒരു പുതിയ യൂണിറ്റ് അല്ലേ. ഫ്രീക്വൻസിന്റെ SI യൂണിറ്റ് എന്താണ് മക്കളെ, ഹെഡ്സ്. എന്താണ് ഹെഡ്സ്? നോക്കാം എന്താണ് ഹെഡ്സിന്റെ മീനിങ്. നമുക്ക് നോക്കാം. നമ്മളെ ബോള് ഓന് ഒരു സെക്കൻഡില് ഒരു തവണ ആടി. ഓന്റെ ഫ്രീക്വൻസി എത്ര, ഒരു ഹെഡ്സ്. ഓന്റെ ഫ്രീക്വൻസി എത്ര, ഒരു ഹെഡ്സ്. ഒരു സെക്കൻഡില് ഒരു തവണ ആടി. ഓന്റെ ഫ്രീക്വൻസി എത്ര, ഒരു ഹെഡ്സ്. എന്നാ വേറൊരു ബോൾ ഉണ്ട്, ഓന് ഒരു സെക്കൻഡില് 3 തവണ ആടി. ഓന്റെ ഫ്രീക്വൻസി എത്ര, 3 ഹെഡ്സ്. എന്താണ് 3 ഹെഡ്സ്. ഹെഡ്സിന്റെ മീനിങ് മനസ്സിലാവണില്ലേ. എന്നാ വേറെ ഒരുത്തൻ ഓന് ഒരു സെക്കൻഡില് 6 തവണ ആടി. ഓന്റെ ഫ്രീക്വൻസി എത്ര, 6 ഹെഡ്സ്. ഇതാണ് എന്ത് മക്കളെ, ഹെഡ്സിന്റെ മീനിങ്. അപ്പൊ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താ, ഹെഡ്സ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ബുള്ളറ്റ് പോയിന്റ് നമുക്ക് നോക്കാം. എടാ ഹെഡ്സ് എന്ന് വെച്ചാൽ ചെറിയ യൂണിറ്റ് ആണ്. ഒരു സെക്കൻഡില് 2 lakh 3 lakh 10 lakh ഒക്കെ ആടുന്ന ആൾക്കാരുണ്ട്, ഓസിലേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട്. അപ്പൊ ഹെഡ്സ് നമുക്ക് വലിച്ചു നീട്ടി 10 lakh 1 6 0 അങ്ങനെ എഴുതാൻ പറ്റുമോ? ഇല്ല, അത് റിസ്ക് ആണ്. അപ്പൊ നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള യൂണിറ്റ്സ് വേണം. ഓക്കെ, ഫ്രീക്വൻസിയുടെ പ്രാക്ടിക്കൽ യൂണിറ്റ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രാക്ടിക്കൽ യൂണിറ്റ് 1 കിലോ ഹെഡ്സ്. കിലോ ഹെഡ്സ് നിങ്ങൾ എവിടെ കണ്ടാലും നിങ്ങൾ എന്തിട്ട് കൊടുക്കണം, 1000. 1 ശേഷം 3 0. അതാണ് എന്ത്, കിലോ. അപ്പൊ സാറേ ഇത് വലിച്ചു നീട്ടി എഴുതിയതല്ലേ. നമുക്ക് നോക്കാം 1000നെ എങ്ങനെ എഴുതാൻ പറ്റും, 10 × 10 × 10. വീണ്ടും വലിച്ചു നീട്ടി. എടാ അതിൽ ചെറുതാക്കാം, 10⁻³ എന്ന് എഴുതാം. എന്ന് വെച്ചാൽ 10³ ഹെഡ്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പോ 1 കിലോ ഹെഡ്സ് എന്ന് വെച്ചാൽ 1000 ഹെഡ്സ് ആണ്, അല്ലെങ്കിൽ 10³ ഹെഡ്സ് ആണ്. എന്നാൽ വേറൊരു പ്രാക്ടിക്കൽ യൂണിറ്റും കൂടിയും 1 മെഗാ ഹെഡ്സ്. മെഗാ എന്ന് കേട്ടങ്ങ് മനസ്സിലാക്കണം. 10 lakh. എത്ര പൂജ്യം ഉണ്ട്, 1 2 3 4 5 6 6 പൂജ്യം ഉണ്ട്. 1 ശേഷം 6 zeros. ഓക്കെ അല്ലേ, 10 lakh. അപ്പൊ ഇതിനെങ്ങനെ എഴുതും, 10⁻6 ഹെഡ്സ് എന്ന് വെച്ചാൽ 1 മെഗാ ഹെഡ്സ് ഇസ് ഈക്വൽ ടു 10⁻6 ഹെഡ്സ്. 1 കിലോ ഹെഡ്സ് എന്ന് വെച്ചാൽ 10⁻3 ഹെഡ്സ്, അല്ലെങ്കിൽ 10³ ഹെഡ്സ്. ഓക്കെ അല്ലടാ. എന്നാൽ ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റും കൂടി നമുക്ക് നോക്കാം. എന്താ പോയിന്റ്? ക്വസ്റ്റ്യൻ നമ്മളെ പഴയ ക്വസ്റ്റ്യൻ തന്നെ. ഒരാള് 1 മിനിറ്റിൽ എന്ന് വെച്ചാൽ 60 സെക്കൻഡിൽ 30 തവണ ആടി. നേരത്തുള്ള അതേ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് 30 ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്തു 1 മിനിറ്റ് കൊണ്ട് 60 സെക്കൻഡ് കൊണ്ട്. എന്താണ് അവന്റെ ഫ്രീക്വൻസി? നോക്കില്ലേ. എടാ നേരത്തെ പീരിയഡിന് നമ്മൾ ഇക്വേഷൻ പഠിച്ചു, ടൈം ബൈ നമ്പർ. അതിന്റെ നേരെ റെസിപ്രോക്കൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താ, നമ്പർ ബൈ ടൈം. ഓക്കെ, നമ്പർ ഓഫ് ഓസിലേഷൻസ് ബൈ ടോട്ടൽ ടൈം. എത്ര തവണ ആടി, 30 ഓസിലേഷൻ. എത്ര ടൈം എടുത്തു, 60 സെക്കൻഡ്. 30/60 സെക്കൻഡ്. ഓക്കെ അല്ലേ. 30 60 കട്ട് ചെയ്യും, 1/2 സെക്കൻഡ് എന്ന് കിട്ടും. 1/2 പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ. എന്ന് വെച്ചാൽ F = 0.5 പെർ സെക്കൻഡ്. എന്ന് വെച്ചാൽ ഒരാട്ടം ഇല്ല, പകുതി ആടണുള്ളൂ. ഒരു സെക്കൻഡില് പകുതി ആട്ടം, ഹാഫ് ഓസിലേഷനെ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. F = 0.5 പെർ സെക്കൻഡ്. ഈ പെർ സെക്കൻഡിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ഈ പെർ സെക്കൻഡിനാണ് എന്ത് വിളിക്കുക, ഹെഡ്സ്. ഓക്കെ, ഈ പെർ സെക്കൻഡിനാണ് എന്ത് വിളിക്കുക, ഹെഡ്സ്. അപ്പൊ ഹെഡ്സിന്റെ മീനിങ് മനസ്സിലായില്ലേ. 0.5 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു ഒരു സെക്കൻഡില്. അപ്പൊ നമ്മൾ നീട്ടി വലിച്ച് പറയില്ല, നമ്മൾ എന്ത് പറയും, 0.5 ഹെഡ്സ് എന്ന് പറയും. ഓക്കെ അല്ലേ. എന്നാ അടുത്ത ബുള്ളറ്റ് പോയിന്റ്, നമ്മുടെ ഫ്രീക്വൻസിയും പീരിയഡും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്ത് ബന്ധം നോക്കാം, റിലേഷൻ ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് പീരിയഡ്. എടാ പീരിയഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം, എന്താ, ടൈം ബൈ നമ്പർ, ടോട്ടൽ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. എന്നാൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷനും നമുക്കറിയാം, എന്താ, നമ്പർ ഓഫ് ഓസിലേഷൻ ബൈ ടൈം. ഇനി ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ മാറി മാറി ഒന്ന് നോക്ക്, എന്തെങ്കിലും ഒരു ബന്ധം കാണുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ബന്ധം കാണുന്നുണ്ടോ? ഉണ്ടോ? എന്താ കാണുന്നത്? എടാ ഒരു ഇക്വേഷൻ തല തിരിച്ചിട്ടതാണെന്ത്, മറ്റേ ഇക്വേഷൻ ഒരു നേക്കില്ല, ഒന്നിന്റെ റെസിപ്രോക്കൽ ആണെന്ത്, മറ്റേത്. എന്ന് വെച്ചാൽ പീരിയഡിന്റെ റെസിപ്രോക്കൽ ആണെന്ത്, ഫ്രീക്വൻസി. ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കൽ ആണെന്ത്, പീരിയഡ്.
ഓക്കെ അല്ലേ? എന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് ഇക്വേഷൻ എഴുതാം? എഫ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് പീരിയഡ് 1/t എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഫ്രീക്വൻസി ഈസ് ദി റെസിപ്രോക്കൽ ഓഫ് പീരിയഡ്. ഓക്കെ അല്ലേ? എന്നാ മക്കളെ ഞാൻ വേറൊരു സംഭവം പറഞ്ഞു തരാം. ടി ഈക്വൽ ടു 10 സെക്കൻഡ് ആണെന്ന് കരുതാം. ടി ഈക്വൽ ടു 10 സെക്കൻഡ്. അപ്പൊ ഫ്രീക്വൻസി എന്താ വരിക? 0.1 ഹെർട്സ് അല്ലേ? അല്ലേ? ആണ്, സിമ്പിൾ ആണ് അല്ലേ? നേരിട്ട് ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഓക്കെ, ഇനി ടി ഒന്ന് കൂടി 100 സെക്കൻഡ് ആയി. അപ്പൊ ഫ്രീക്വൻസി എന്താ വരിക? ഫ്രീക്വൻസി 0.01 ഹെർട്സ്. ഫ്രീക്വൻസി കുറഞ്ഞു. ഓക്കെ, ഇനി പീരിയഡ് ഒന്നുകൂടി കൂടി 1000 ആയി, 1000 ആയി. അപ്പൊ ഫ്രീക്വൻസി എന്താ വരിക? 0.001 ഹെർട്സ് അല്ലേ? ഫ്രീക്വൻസി വളരെ കുറഞ്ഞു. അപ്പോ ഇതിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പീരിയഡ് കൂടിയാൽ ഫ്രീക്വൻസി കുറയും. മനസ്സിലായോ? പീരിയഡ് കൂടിയാൽ ഫ്രീക്വൻസി കുറയും. എന്നാ നേരെ ഓപ്പോസിറ്റ്, പീരിയഡ് കുറഞ്ഞാൽ ഫ്രീക്വൻസി എന്താവും? കൂടും. ഓക്കെ, പീരിയഡ് കുറഞ്ഞാൽ ഫ്രീക്വൻസി കൂടും. ഓക്കെ ആണോ? ഒരു രണ്ടാളും ഒരു കണ്ടത്ത് ചേരൂല. ഒരാൾ കൂടിയാലേ മറ്റേ കുറയും. ഇനി ഇയാൾ കൂടിയാൽ മറ്റേ കുറയും. ഓക്കെ, എന്ന് വെച്ചാൽ അവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ആണ് അല്ലേ? ഒരാൾ കൂടിയാൽ മറ്റേ കുറയും. എന്താ അതിന് മാത്സിൽ പറയാ? ഫിസിക്സിൽ പറയാ? എന്താ അതിന് പറയാ? ദേ ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. എന്താ പറയാ? ഫ്രീക്വൻസി ആൻഡ് പീരിയഡ് ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. ഒരു രണ്ടാളും ഓപ്പോസിറ്റ് ആണ്. ഒരാൾ കൂടിയാൽ മറ്റേ കുറയും. ഓക്കെ അല്ലേ? എന്ന് വെച്ചാൽ ടി കൂടിയാൽ എഫ് കുറയും, ടി കുറഞ്ഞാൽ എഫ് കൂടും. ദേ ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. ഓക്കെ അല്ലേ? അത്രയേ ഉള്ളൂ. എന്ത്? ടേംസ് അസോസിയേറ്റഡ് വിത്ത് ഓസിലേഷൻ. ആ ഒരു പോയിന്റ്, ബുള്ളറ്റ് പോയിന്റ്സുകൾ അവിടെ അവസാനിച്ചു കേട്ടോ. നമുക്ക് അടുത്ത ബുള്ളറ്റ് പോയിന്റിലേക്ക് കടക്കാം. എന്താ? സിമ്പിൾ പെൻഡുലം. എന്താണ് സിമ്പിൾ പെൻഡുലം? മക്കളെ, സിമ്പിൾ പെൻഡുലം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, എന്തെങ്കിലും ഒരു സാധനം ഒരു കയർമ കെട്ടി തൂക്കിയിട്ടാൽ അതാണെന്ത്? സിമ്പിൾ പെൻഡുലം. ഓക്കെ, വെയിറ്റ് ഹാങ്ങിങ് ഫ്രം എ പോയിന്റ് ബൈ എ ലൈറ്റ് സ്ട്രിങ്. ഓക്കെ, എന്തെങ്കിലും ഒരു സാധനം കയർമ കെട്ടി തൂക്കിയിട്ടാൽ അതാണെന്ത്? സിമ്പിൾ പെൻഡുലം. ആ കയറിന് വലിയ കട്ടിങ് ഒന്നും പാടില്ല കേട്ടോ, ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മളെ സെറ്റപ്പ് ഒരു ബോള് കെട്ടി തൂക്കിയിട്ടു, അതെന്താടാ? സിമ്പിൾ പെൻഡുലാണ്. ഓക്കെ, ഇനി ആ കയറിന്റെ ലെങ്ത് കണ്ടോ? ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടില്ലേ? അതാണെന്ത്? ലെങ്ത് ഓഫ് ദി പെൻഡുലം. ആ തൂക്കിയിട്ടിരിക്കുന്ന സാധനം കണ്ടോ? അതാണെന്ത്? വെയിറ്റ് അഥവാ ബോബ്. എന്താണ്? ബോബ്. ഇതാണെന്ത്? സിമ്പിൾ പെൻഡുലം. നമ്മളെ ഊഞ്ഞാല് സിമ്പിൾ പെൻഡുലാണ്. പിന്നെ നമ്മളെ ക്ലോക്കിന്റെ താഴത്തുള്ള സാധനം സിമ്പിൾ പെൻഡുലാണ്. അറിയില്ലേ? എന്നാ സിമ്പിൾ പെൻഡുലം അവിടെ നിൽക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 20 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ആട്ടം കണ്ടോ? ഓസിലേഷൻ കണ്ടോ? അതങ്ങനെയാണ് ആടുക. ഓക്കെ അല്ലേ? ഇനി ഞാൻ ആ ലെങ്ത് ഒന്ന് ഡബിൾ ആക്കി 40 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള സിമ്പിൾ പെൻഡുലത്തിന്റെ ആട്ടം കണ്ടോ? അതങ്ങനെയാണ് ആടുക. ഓക്കെ അല്ലേ? എന്നാൽ അടുത്തത് ഞാൻ ലെങ്ത് ട്രിപ്പിൾ ആക്കി 60 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷൻ കണ്ടോ? അതങ്ങനെയാണ് ആടുക. സാറേ കഴിഞ്ഞില്ലേ? ഒന്നുകൂടി. എടാ, 1 മീറ്റർ ലെങ്ത് ഉള്ള സിമ്പിൾ പെൻഡുലത്തിന്റെ ആട്ടം കണ്ടോ? ഓക്കെ, ഈ 4 ആട്ടത്തിലേക്കും 4 ഓസിലേഷൻസിലേക്കും ഒന്ന് സൂക്ഷിച്ചു നോക്ക്. നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുണ്ട്? ലെങ്ത് കൂടുമ്പോ ഒരു വട്ടം ആടാൻ, ഒരു വട്ടം ഓസിലേറ്റ് ചെയ്യാൻ കുറേ ടൈം എടുക്കുന്നുണ്ട് അല്ലെ? ലെങ്ത് കൂടുമ്പോ ഒരു വട്ടം ആടാൻ കുറേ ടൈം എടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ when length of the pendulum increases, period increases. ഓക്കെ, ഒരാൾ കൂടിയാൽ മറ്റേ ആൾ കൂടും. They are directly related. അല്ലേ? ഇൻവേഴ്സ്ലി റിലേറ്റഡ്. They are directly related. Okay, when length increases, period increases. They are directly related. ഓക്കെ, ഇനി വീണ്ടും ആ 4 ആട്ടത്തിലേക്കും ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. ആ 20 സെന്റിമീറ്ററിന്റെ ആട്ടം ഒന്ന് നോക്ക്, ഓസിലേഷൻസ് ഒന്ന് നോക്ക്. അത് പെട്ടെന്ന് ആടുന്നുണ്ട് അല്ലേ? എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ കുറേ വട്ടം ആടുണ്ട്. ഇനി 1 മീറ്റർ ലെങ്ത് ഉള്ള സിമ്പിൾ പെൻഡുലത്തിന്റെ ആട്ടം നോക്ക്. ഒരു സെക്കൻഡില് വല്ലാതൊന്നും ആടണില്ല. ഓക്കെ, ലെങ്ത് കൂടുമ്പോ വല്ലാതെ ഒന്നും ആടണില്ല ഒരു സെക്കൻഡില്. എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ വലിയ ഓസിലേഷൻസ് ഒന്നും സംഭവിക്കുന്നില്ല ലെങ്ത് കൂടുമ്പോ.
എന്ന് വെച്ചാൽ ലെങ്ത് കൂടുമ്പോ ഫ്രീക്വൻസി കുറഞ്ഞു. ഓക്കെ, ലെങ്ത് കൂടുമ്പോ ഫ്രീക്വൻസി കുറഞ്ഞു. ഒരു സെക്കൻഡിൽ അത്ര ആട്ടൊന്നും ഇല്ലടാ, ഫ്രീക്വൻസി എന്താ കുറഞ്ഞു. ഓക്കെ അല്ലേ? when length increases frequency decreases, they are inversely related. when length increases frequency decreases. ഓക്കെ അല്ലേ? ഇതാണ് സിമ്പിൾ പെൻഡുലത്തിന്റെ കംപ്ലീറ്റ് ബുള്ളറ്റ് പോയിന്റ്സ്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ബുള്ളറ്റ് പോയിന്റിലോട്ട് മൂവ് ചെയ്യാം. എന്താ? നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഒബ്ജക്ട്സ്. മക്കളെ, ഹെഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഇനി ഓസിലേഷൻ 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 എന്നുള്ള വേർഡ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യൂല, റയർ ആയിട്ടേ യൂസ് ചെയ്യുള്ളൂ. ഇനി മുതൽ അങ്ങോട്ട് നമ്മൾ വൈബ്രേഷൻ 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 എന്നുള്ള ടേം ആണ് യൂസ് ചെയ്യുക. അപ്പൊ എന്താ സാറേ അത് തമ്മിലുള്ള ഡിഫറൻസ്? നമുക്ക് നോക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ബോൾ ഒന്ന് ഓസിലേറ്റ് ചെയ്യാണ് കേട്ടോ. നോക്കിക്കോ. ഇതിന്റെ പേരാണെന്ത്? ഓസിലേഷൻ. ഓക്കെ, വീണ്ടും നമ്മുടെ പ്രിയപ്പെട്ട ബോൾ അവൻ വൈബ്രേറ്റ് ചെയ്യാണ് കേട്ടോ. നോക്കിക്കോ. പറ്റിയോ? പറ്റിയോ? ഓസിലേഷനും വൈബ്രേഷനും തമ്മിലുള്ള ബന്ധം മനസ്സിലായോ? ഹൈ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ വേർഡ് എന്താ? വൈബ്രേഷൻ. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഓസിലേറ്റ് ചെയ്യാണ്, ബട്ട് ഭയങ്കര ഫ്രീക്വൻസിയാണ്, ഹൈ ഫ്രീക്വൻസിയാണ്. അപ്പൊ എന്താ നമ്മൾ ടേം യൂസ് ചെയ്യുക? ഓസിലേഷൻ എന്നാണോ വൈബ്രേഷൻ എന്നാണ് യൂസ് ചെയ്യുക. മക്കളെ, ഇനി ഞാനൊരു ലെജൻഡറി പോയിന്റ് പറയാൻ കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. വൈബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എന്ത് പുറത്തു വിടുക? സൗണ്ട്. നമ്മൾ ചാപ്റ്ററിന്റെ ടൈറ്റിലേക്ക് എത്തി. സൗണ്ട് പുറത്തു വിടുക. ഓക്കെ, വൈബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എന്ത് പുറത്തു വിടുക? സൗണ്ട് പുറത്തു വിടുക. അപ്പൊ നിങ്ങൾ എവിടുന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ മനസ്സിലാക്കണം, ദേ ആർ വൈബ്രേറ്റിംഗ്. ഒരു വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? സൗണ്ട് എവിടെ നിന്നൊക്കെ കേൾക്കുന്നുണ്ടോ? ദേ ആർ വൈബ്രേറ്റിംഗ്. എടാ, ഒരു സ്പീക്കർ ഒച്ച കേൾക്കൂലേ? കേൾക്കും. ഓനെന്താ? വൈബ്രേറ്റ് ചെയ്യുണ്ടടാ. പിന്നെ ഒരു ചീവീട് ഒച്ച കേൾക്കൂലേ? കേൾക്കാം. ചീവീട് എന്താടാ? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാ ഒരാൾ ഒരു മൈക്കിൽ കൂടെ അങ്ങനെ ഒച്ചടാണ്, സ്ക്രീം ചെയ്യാണ് അല്ലേ? അയാളെ വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യണില്ലടാ. ഉണ്ട്, ഓൻ സൗണ്ട് പുറത്തു വിടുന്നുണ്ട്. എന്നാ ഒരു ലംബോർഗിനി സൗണ്ട് നിങ്ങൾക്ക് അറിയാലോ ഇല്ലേ? ലംബോർഗിനി എന്താടാ? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഓലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണെന്ത്? നമ്മുടെ ലെജൻഡറി പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് നേരിട്ട് ഹെഡിങ്ങിലേക്ക് വരാം. നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഒബ്ജക്ട്സ്. എന്താണ് സാറേ അത്? എടാ, ഞാനൊരു പെണ്ണെടുത്ത് തറയിലേക്ക് ഇട്ടു, സൗണ്ട് കേൾക്കൂലേ? എന്ന് വെച്ചാൽ പെണ്ണ് വൈബ്രേറ്റ് ചെയ്തു. ഓനൊരു ഫ്രീക്വൻസി ഉണ്ട്, ലെറ്റ്സ് സേ 100 ഹെർട്സ്. ഓക്കെ, അതാണ് പെണ്ണിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി. ഞാനൊരു മൊബൈൽ എടുത്ത് തറയിലേക്ക് ഇട്ടു, സൗണ്ട് കേൾക്കൂലേ? മൊബൈൽ വൈബ്രേറ്റ് ചെയ്തു. അപ്പൊ ഓനൊരു ഫ്രീക്വൻസി ഉണ്ടാവും ഇല്ലേ? അതാണ് മൊബൈലിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി. ഇങ്ങനെ എന്തുമെന്നൊക്കെ സൗണ്ട് വരുന്നുണ്ടോ? ഓനൊക്കെ എന്തുണ്ട്? ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. ഇത് വൻ സംഭവമാണ്. അപ്പൊ എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി? ഒരു ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട്. എന്താ സാറേ ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുക? എടാ, ഒരു ഒബ്ജക്റ്റ് അതേപോലെ വൈബ്രേറ്റ് ചെയ്യുക. അതിന് വേറെ അറ്റാച്ച്മെന്റ് ഒന്നും പാടില്ല. അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് കുറച്ച് പൊട്ടിക്കണു, അതൊന്നും ഇല്ല കേട്ടോ. ഒരു ഒബ്ജക്റ്റ് അതുപോലെ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലേ വൈബ്രേറ്റ് ചെയ്യുള്ളൂ. Okay, when an object vibrates freely, it vibrates at a particular frequency. It is called the natural frequency. Okay അല്ലേ? എല്ലാ ഒബ്ജക്റ്റിനും സൗണ്ട് കേൾക്കുന്ന എല്ലാ ഒബ്ജക്റ്റിനും എന്തുണ്ട്? ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. നമുക്ക് നോക്കാം. ഞാനൊരു സ്പൂൺ എടുത്തു, ഞാൻ ഒരൊറ്റ തട്ട് കൊടുത്തു, സൗണ്ട് കേൾക്കൂലേ? കേൾക്കും. കേൾക്കൂലടാ? കേൾക്കും. എന്ന് വെച്ചാൽ അവൻ വൈബ്രേറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ അവൻ ഒരു ഫ്രീക്വൻസി ഉണ്ട്. ലെറ്റ്സ് സേ എന്താ? 256 ഹെഡ്സ്. 256 ആണ് എന്ത്? അവന്റെ ഫ്രീക്വൻസി. എന്ന് വെച്ചാൽ അവൻ വൈബ്രേറ്റ് ചെയ്യണ നാച്ചുറൽ ഫ്രീക്വൻസി എന്താ? 256 ഹെഡ്സ് ആണ്. ഇനി ഞാൻ അതേ സ്പൂൺ എടുത്തു, ഞാനൊരു ചുറ്റി എടുത്ത് അടിച്ചു, അപ്പോഴും എന്ത് കേൾക്കും? സൗണ്ട് കേൾക്കും അല്ലേ? അപ്പോഴും അവൻ വൈബ്രേറ്റ് ചെയ്തു. അപ്പൊ അവന്റെ ഫ്രീക്വൻസി മാറുമോ? ഇല്ല. ഒരു ഒബ്ജക്റ്റ് ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലെ വൈബ്രേറ്റ് ചെയ്യുള്ളൂ. അതേ ഫ്രീക്വൻസി തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ? 256 ഹെഡ്സ് തന്നെ ആയിരിക്കും കേട്ടോ. ഇനി ഞാൻ വീണ്ടും അതേ സ്പൂൺ എടുത്തു, കുറച്ചും കൂടി വലിയ അമർ എടുത്താണ് ഞാൻ മേടിയത്. ഓക്കെ, വൈബ്രേറ്റ് ചെയ്യും, സൗണ്ട് കേൾക്കും. ഓന്റെ ഫ്രീക്വൻസി അങ്ങോട്ട് മാറുമോ? ഇല്ല.
ഓന്റെ നാച്ചുറൽ ഫ്രീക്വൻസി അതന്നെ ആയിരിക്കും ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, എഫ് എന്തായിരിക്കും? 256 ഹെഡ്സ്. ഇങ്ങനെ എല്ലാ ഒബ്ജക്റ്റിനും എന്തുണ്ട്? ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും. സൗണ്ട് കേൾക്കുന്ന എല്ലാത്തിനും എന്തുണ്ടാവും? ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? എന്നാ നമ്മുടെ അടുത്ത പോയിന്റ് എന്താ? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് നാച്ചുറൽ ഫ്രീക്വൻസി. ഒരു ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിനെ ഏതൊക്കെ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യും? ഒരു ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിനെ നമുക്ക് എങ്ങനെയൊക്കെ മാറ്റാം? നോക്കില്ലേ, 4 പോയിന്റ് ഉണ്ട്. ഈ 4 കാര്യങ്ങൾ മാറ്റിയാലേ ആ ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി മാറും. നാച്ചുറൽ ഫ്രീക്വൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടർ എന്താ? നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ സ്വഭാവം, മെറ്റീരിയലിന്റെ നേച്ചർ, അതാണ് നാച്ചുറൽ ഫ്രീക്വൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ പോയിന്റ്. എന്താ സാറേ അങ്ങനെ പറഞ്ഞാൽ? ഞാൻ പറഞ്ഞുതരടാ. എടാ, എന്റെ കയ്യിൽ ഒരു ബ്രിക്ക് ഉണ്ട്, എന്റെ കയ്യിൽ ഒരു കട്ടുണ്ട്, ഒരു ക്യൂബ് ഉണ്ട്, ഒരു ബ്ലോക്ക് ഉണ്ട്. അത് ഞാൻ സിൽവർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനൊരു തട്ട് കൊടുത്തു, ഒരു സൗണ്ട് കേട്ടൂടെ? കേൾക്കും അല്ലേ? അപ്പൊ അതിനൊരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. ഓൻ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് സൗണ്ട് പുറത്ത് വരുന്നത്. ഓനൊരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. ലെറ്റ്സ് സേ F1. ഓക്കെ, ഇനി ഞാൻ അതേ കട്ട, അതേ ക്യൂബ്, അതേ ബ്ലോക്ക് ഞാൻ എന്തുകൊണ്ട് ഉണ്ടാക്കി? ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കി. ഞാൻ തട്ടി, വേറൊരു സൗണ്ട് ആയിരിക്കും കേൾക്കുക. ഓന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്താ? മാറി. നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ മാറുമ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി മാറി. ഇനി ഞാൻ അതേ കട്ട, അതേ ബ്ലോക്ക്, അതേ ക്യൂബ് ഞാൻ എന്തുകൊണ്ട് ഉണ്ടാക്കി? കോപ്പർ കൊണ്ട് ഉണ്ടാക്കി. വീണ്ടും വേറൊരു സൗണ്ട് കേൾക്കാം. കേട്ടൂടെ? ഓന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്തായി? മാറി, വീണ്ടും മാറി. ഓക്കെ അല്ലേ? അപ്പോ നാച്ചുറൽ ഫ്രീക്വൻസിനെ അഫക്റ്റ് ചെയ്യണ ഒന്നാമത്തെ ഫാക്ടർ എന്താ? നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ നേച്ചർ മാറിയാലേ നാച്ചുറൽ ഫ്രീക്വൻസി മാറും. എന്നാൽ നാച്ചുറൽ ഫ്രീക്വൻസിനെ അഫക്റ്റ് ചെയ്യണ രണ്ടാമത്തെ ഫാക്ടർ ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ്. ഓക്കെ, ഒബ്ജക്റ്റിന്റെ ലെങ്ത്. ഞാൻ പറഞ്ഞുതരടാ, എന്റെ കയ്യിൽ ഒരു പെൻസിൽ ഉണ്ട്, ഞാനത് നിലത്തേക്ക് ഇട്ടു, ഒരു സൗണ്ട് കേൾക്കാം. കേട്ടൂടെ? കേൾക്കാം. അതിനൊരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. അത് വൈബ്രേറ്റ് ചെയ്തപ്പോഴാണ് ആ സൗണ്ട് പുറത്ത് വന്നത്. അതിനൊരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. ലെറ്റ്സ് സേ F1. ഓക്കെ അല്ലേ? ഇനി ആ പെൻസിൽ കൂർപ്പിച്ച് എന്താക്കി? ചെറുതാക്കി. എന്നിട്ട് നിലത്തേക്ക് ഇട്ടു. അതേ സൗണ്ട് തന്നെ ആയിരിക്കും കേൾക്കുക? അല്ല, വേറൊരു സൗണ്ട് ആയിരിക്കും നമ്മൾ കേൾക്കുക. എന്ന് വെച്ചാൽ നാച്ചുറൽ ഫ്രീക്വൻസി എന്തായി? മാറി. ഓക്കെ, പെൻസിൽ ചെറുതായപ്പോ നാച്ചുറൽ ഫ്രീക്വൻസി മാറി. എന്നാ വേറൊരു ഒബ്ജക്റ്റും കൂടി, എന്റെ കയ്യിൽ ഒരു സ്കെയിൽ ഉണ്ട്, ഞാൻ നിലത്ത് കിട്ടു, അല്ലെങ്കിൽ ഒരു മാറ്റം കൊടുത്തു, അല്ലേ? ഒരു സൗണ്ട് കേൾക്കാം. അതിനൊരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. ലെറ്റ്സ് സേ F3. ഓക്കെ, ഇനി ഞാൻ ആ സ്കെയിലിനെ പിടിച്ചൊന്ന് നീട്ടി വലുതാക്കി. ഓക്കെ, സ്കെയിൽ വലുതായി. ഇനി ഞാൻ തട്ട് കൊടുത്തു, അല്ലെങ്കിൽ നിലത്ത് കിട്ടു, വേറൊരു സൗണ്ട് ആയിരിക്കും കേൾക്കുക, ഡിഫറെന്റ് സൗണ്ട് ആയിരിക്കും കേൾക്കുക. എന്ന് വെച്ചാൽ നാച്ചുറൽ ഫ്രീക്വൻസി എന്തായിടാ മക്കളെ? മാറി. ഓക്കെ, അപ്പോ നാച്ചുറൽ ഫ്രീക്വൻസിനെ അഫക്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ പോയിന്റ് ആണെന്ത്? രണ്ടാമത്തെ ഫാക്ടർ ആണെന്ത്? ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ്. എന്നാൽ മൂന്നാമത്തെ പോയിന്റ് എന്താ? സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഓക്കെ, ഒബ്ജക്റ്റിന്റെ സൈസ്. എന്റെ കയ്യിൽ ഒരു ക്യൂബ് ഉണ്ട്, ഞാൻ തട്ടി, ഒരു സൗണ്ട് കേൾക്കാം. അപ്പൊ അതിനൊരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട് അല്ലേ? ഞാൻ ആ ഒബ്ജക്റ്റ് ഇങ്ങനെ അമർത്തി 6 സൈഡിൽ നിന്നുകൊണ്ട് അമർത്തി എന്താക്കി? ചെറുതാക്കി. ഓക്കെ, വളരെ ചെറിയ ക്യൂബാക്കി. ഞാൻ തട്ട് കൊടുത്തു, വേറൊരു സൗണ്ട് ആയിരിക്കും കേൾക്കുക അല്ലേ? വേറൊരു സൗണ്ട് ആയിരിക്കും കേൾക്കുക. എന്ന് വെച്ചാൽ അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്തായി? മാറി. ഓക്കെ അല്ലേ? അപ്പോ നാച്ചുറൽ ഫ്രീക്വൻസിനെ അഫക്റ്റ് ചെയ്യണ മൂന്നാമത്തെ ഫാക്ടർ എന്താ? സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഓക്കെ അല്ലേ മക്കളെ? എന്നാൽ നാച്ചുറൽ ഫ്രീക്വൻസിനെ അഫക്റ്റ് ചെയ്യണ നാലാമത്തെ ഫാക്ടർ, ദ ലാസ്റ്റ് ഫാക്ടർ എന്താ? ഇലാസ്റ്റിസിറ്റി, ഇലാസ്തികത. ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കും. ഇപ്പൊ എങ്ങനെ പഠിക്കുന്നത്? നാച്ചുറൽ ഫ്രീക്വൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് എന്ത്? ഇലാസ്റ്റിസിറ്റി. ഓക്കെ അല്ലേ? അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. എന്റെ കയ്യിൽ ഒരു ചെണ്ടുണ്ട്, ഒരു ഡ്രം ഉണ്ട്. അതിന്റെ കൊട്ടണ ഭാഗം അല്ലേ, ആ തൊലി, ആ സ്കിന്ന്, ഡ്രമ്മിന്റെ സ്കിന്ന്, ആ തോല്, ഓക്കെ, അത് ലൂസാണ്, അയച്ചിട്ടണം. ഓക്കെ, അയിമ കൊട്ടിയാലേ വലിയ സൗണ്ട് ഒന്നും ഉണ്ടാവില്ല. എന്നാലും സൗണ്ട് ഉണ്ടാവും, വലിയ സൗണ്ട് ഒന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ അത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അതിനൊരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി അതേ ഡ്രം ഞാൻ സ്ക്രൂ ഒക്കെ മുറുക്കി കണ്ട് അതിന്റെ തൊലി എന്താക്കി? ടൈറ്റ് ആക്കി. അതിന്റെ സ്കിൻ എന്താക്കി? ടൈറ്റ് ആക്കി. ഇനി അതുമ്മ കൊട്ടിയാലും വലിയ സൗണ്ട് ഉണ്ടാവും അല്ലേ? നല്ല സൗണ്ട് ഉണ്ടാവും. എന്ന് വെച്ചാൽ അതിപ്പോ വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി തന്നെ മാറി, വേറെ ഫ്രീക്വൻസിയാണ്.
ഓക്കെ, ഇലാസ്റ്റിസിറ്റി കുറഞ്ഞ ചണ്ടമ്മ കുട്ടിയപ്പോ വലിയ സൗണ്ട് ഉണ്ടായില്ല. എന്നാൽ ഇലാസ്റ്റിസിറ്റി കൂടിയ അതിന്റെ സ്കിന്ന് ടൈറ്റ് ആക്കിയ ശേഷം കൊട്ടിയപ്പോൾ എന്തുണ്ടായി? നാച്ചുറൽ ഫ്രീക്വൻസി മാറി, സൗണ്ട് മാറി. ഓക്കെ, അപ്പൊ നാച്ചുറൽ ഫ്രീക്വൻസിനെ അഫക്ട് ചെയ്യുന്ന ലാസ്റ്റ് ഫാക്ടർ, ടെക്സ്റ്റിലുള്ള ലാസ്റ്റ് ഫാക്ടർ ആണ് എന്ത്? ഇലാസ്റ്റിസിറ്റി. ഓക്കെ അല്ലേ? അപ്പൊ നാച്ചുറൽ ഫ്രീക്വൻസിനെ അഫക്ട് ചെയ്യണ 4 ഫാക്ടേഴ്സ് ഉണ്ട്. എന്താടാ ഒന്നാമത്തെ ഫാക്ടർ? നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. എന്താടാ രണ്ടാമത്തെ ഫാക്ടർ? ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ്. മൂന്നാമത്തത് എന്താ? സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്. നാലാമത്തത് എന്താ? ലാസ്റ്റത്തെ എന്താ? ഇലാസ്റ്റിസിറ്റി. പഠിച്ചു വെക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ത്? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പാർട്ട് 1 ഓസിലേഷൻ. എന്നാൽ ഒരു പോയിന്റും കൂടി എനിക്ക് പറയാണ്ട്. എന്താ? ട്യൂണിംഗ് ഫോർക്ക്. മക്കളെ, ട്യൂണിംഗ് ഫോർക്ക് എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് ആണ്. നിങ്ങളെ ലാബിൽ ചിലപ്പോൾ ഉണ്ടാവും. മ്യൂസീഷ്യൻസ് ആണ് മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്യാറ്. മക്കളെ, ഈ സ്ക്രീനിൽ കാണാണെന്ത്? ട്യൂണിംഗ് ഫോർക്ക്. എന്താണ് ഇതിന്റെ പർപ്പസ്? എടാ, ഈ ട്യൂണിംഗ് ഫോർക്ക് എവിടെങ്കിലും വെച്ച് മേടിയാല് അതിന്റെ കാല് കണ്ടങ്ങള്, അതിന്റെ 2 കാല് കണ്ടില്ലേ, എന്താണ് അതിനെ വിളിക്കുക? പ്രോങ്സ് എന്നാണ് വിളിക്കുക. ഇത് വൈബ്രേറ്റ് ചെയ്യും. ഇത് വൈബ്രേറ്റ് ചെയ്താൽ എന്തുണ്ടാവും? ഇത് വൈബ്രേറ്റ് ചെയ്താൽ എന്ത് പുറത്തുവിടും? സൗണ്ട് പുറത്തുവിടും. ഓക്കെ, അപ്പൊ നമുക്ക് സ്പെസിഫിക് സൗണ്ട് വേണം, സ്പെസിഫിക് നാച്ചുറൽ ഫ്രീക്വൻസി ഉള്ള സൗണ്ട് വേണം. നമ്മൾ എന്ത് ടൂളാ യൂസ് ചെയ്യുക? എന്ത് ഒബ്ജക്റ്റാ യൂസ് ചെയ്യുക? ട്യൂണിംഗ് ഫോർക്ക്. ഓക്കെ അല്ലേ? ഒരു ട്യൂണിംഗ് ഫോർക്ക് എവിടെങ്കിലും എടുത്ത് മേടിയാല് ഇതേപോലെ ഒരു സൗണ്ട് കേൾക്കാം. ഓക്കെ അല്ലേ? ഓരോ ട്യൂണിംഗ് ഫോർക്കിനും ഓരോ സൗണ്ട് ആണ്, ഓരോ നാച്ചുറൽ ഫ്രീക്വൻസി ആണ്. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. എന്റെ കയ്യിൽ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്. അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എത്ര? 172 ഹെർട്സ്. ഇത് ഞാൻ എവിടെങ്കിലും മേടിയാല് എനിക്ക് ഇതേപോലെ ഒരു സൗണ്ട് കേൾക്കാം. ഓക്കെ അല്ലേ? ഇനി ഞാൻ ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ കാലൊന്ന് ചെറുതാക്കി, വെട്ടി ചെറുതാക്കി, അപ്പൊ നാച്ചുറൽ ഫ്രീക്വൻസി എന്താ? ഒന്ന് കൂടി, 356 ഹെർട്സ് ആയിപ്പോ. ഈ ഒരു ട്യൂണിംഗ് ഫോർക്ക് എവിടെങ്കിലും മേടിയാല് ഇതേപോലെ സൗണ്ട് കേൾക്കാം. കേൾക്കണില്ലേ? ഓക്കെ അല്ലേ? ഞാൻ വീണ്ടും അതിന്റെ കാല് ഒന്നുകൂടി ഒന്ന് ചെറുതാക്കി, അപ്പൊ നാച്ചുറൽ ഫ്രീക്വൻസി വീണ്ടും കൂടി. ഇപ്പോ ഇത് മേടിയാല് ഇതേപോലെ സൗണ്ട് കേൾക്കാം. ഓക്കെ അല്ലേ? ഇപ്പൊ 440 ഹെർട്സിലാണ് നിങ്ങൾ കേൾക്കുന്നത്. ഓക്കെ അല്ലേ? ലാസ്റ്റ് ഞാൻ വീണ്ടും ട്യൂണിംഗ് ഫോർക്ക് ഒന്ന് ചെറുതാക്കി, നാച്ചുറൽ ഫ്രീക്വൻസി വീണ്ടും കൂടി, ഇപ്പൊ 1000-ലാണ് നിൽക്കുന്നത്. ഇതെവിടെങ്കിലും മേടിയാല് എങ്ങനെ സൗണ്ട് കേൾക്കാം? ഇതേപോലെ സൗണ്ട് കേൾക്കാം. അപ്പൊ ഓരോ ട്യൂണിംഗ് ഫോർക്കിനും ഓരോ സൗണ്ട് ആണ്. അയ്യോ വേണ്ട, ഓരോ നാച്ചുറൽ ഫ്രീക്വൻസി ആണ്. മ്യൂസീഷ്യൻസ് എന്തിനാ അത് യൂസ് ചെയ്യുന്നത്? അവർക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ട്യൂൺ ചെയ്യാനുണ്ടാവും, അതിനാണ് ഇത് യൂസ് ചെയ്യുക. നിങ്ങളെ ലാബില് എക്സ്പെരിമെന്റ് നടത്താനാണ് ഇത് യൂസ് ചെയ്യുക. ഓക്കെ, ഓരോ ട്യൂണിംഗ് ഫോർക്കിനും ഓരോ നാച്ചുറൽ ഫ്രീക്വൻസി ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് എക്സ്പെരിമെന്റ്സ് നടത്താനുണ്ട്, അത് നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ത്? നമ്മുടെ പാർട്ട് 1 ഓസിലേഷൻ. ഗ്രീൻ ആപ്പിൾ വന്നു. ഗ്രീൻ ആപ്പിൾ വന്നാൽ നമ്മൾ സ്ട്രീം നിർത്തണം, വീഡിയോ നിർത്തണം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ വീണ്ടും കാണാം. എന്തെങ്കിലും സജഷൻസ്, എന്തെങ്കിലും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഓരോ വിലയേറിയ അഭിപ്രായവും ഞാൻ എന്താവും? നോട്ട് ചെയ്യും. എന്നെ കൊണ്ട് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് നടത്താൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതോടുകൂടി നമ്മളെ പാർട്ട് 1 അവസാനിക്കുകയാണ്. പാർട്ട് 2 നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.